ഞണ്ട് ഫ്രൈ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ ഇതാ, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2-3 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുത്തോണ്ട് വരണം. അരയ്ക്കാൻ വേണ്ടിട്ട് ഇച്ചിരി മസാലപ്പൊടികളൊക്കെ വേണേ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, 1 കിലോ ഞണ്ടിനാണ് കേട്ടോ ഈ മസാല. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് നമ്മുടെ പെരിഞ്ജീരകം ഇല്ലേ, നമ്മുടെ മസാലകളിലൊക്കെ ചേർക്കുന്ന പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് അധികമായി പോകല്, ഞണ്ടിന് ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ഒരു ശകലം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. അപ്പൊ നമ്മുടെ അരപ്പ് ഇതാണ്ട് നല്ല ടേസ്റ്റ് ഓരോരുത്തർ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റുവാ. അപ്പൊ നമുക്ക് നമ്മുടെ ഞണ്ട് കഴുകിയത് ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ആയിട്ടല്ല വേണ്ടത്, അപ്പൊ നമുക്ക് അധികം വെള്ളം ഒന്നും ചേർക്കണ്ട. ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞണ്ട് വേകാനും മാത്രം ഒരു ശകലം വെള്ളം നമ്മുടെ അരപ്പ് കഴുകി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുറച്ചധികം കറിവേപ്പില, നമുക്കിവിടെ ധാരാളം ഉണ്ട്. വീട്ടിൽ നിന്ന് അച്ഛൻ കൊണ്ടിരുന്നോണ്ടേ ഇങ്ങനെ പിച്ചി കൂട്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിക്ക്. ഈ മസാലയാണ് കേട്ടോ ഇതിന്റെ ഒരു ടേസ്റ്റ്. നല്ല എന്താ പറയാ, വെള്ളമൊക്കെ വറ്റി വരുമ്പോ നല്ല ടേസ്റ്റ്. അപ്പൊ ഇത് പിന്നെ ഞണ്ടിന് വലിയ വേവില്ലല്ലോ, വേഗം വെന്ത് കിട്ടും. അപ്പൊ ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഞണ്ട് വേഗം തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിന്റെ നടുക്കോട്ട് ഇതാ ഇവിടെ ഒരു ചെറിയ ഞണ്ടൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിന്റെ നടുക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലല്ലോ, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമ്മുടെ തേങ്ങ ഇതാ കൊത്തിയെടുത്തത് ഇട്ട് കൊടുക്കുക. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാവേ, നമ്മുടെ തേങ്ങക്കൊത്തൊന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ഞണ്ട് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. മസാല മാത്രം നമുക്ക് കൂടി തിന്നാം കേട്ടോ. നല്ല ഇറച്ചിയൊക്കെയുള്ള നല്ല ഞണ്ടാണ്. അപ്പൊ ഇത് തണുക്കട്ടെ. ഈ മസാലയില് ഞണ്ട് ഇഷ്ടമുള്ള കൂട്ടുകാര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയത് കേട്ടോ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.